അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, CPM വന്നുപെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പതനത്തിൻ്റെ നേർചിത്രമാണ് ഇടത് സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി നമുക്ക് മുന്നാകെ വരച്ചു കാണിച്ചത്. ഇതൊന്നും പക്ഷേ BJPയെ ഒരു തരത്തിലും ബാധിക്കുന്ന കാര്യമല്ല. ഇവിടെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ എന്തുണ്ടായാൽ പോലും BJP എന്ന മഹാപ്രസ്ഥാനത്തെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല. കേന്ദ്ര സർക്കാരിനെയോ മോദിയെയോ ബാധിക്കാൻ പോകുന്നില്ല. ഇതിൽ ഉണ്ടാകുന്ന തിരിച്ചറിവ് എന്ന് പറയുന്നത് ഇത്രയും കാലം ഫാസിസ്റ്റ് എന്ന് വിളിച്ചുകൂവി നടന്നവർക്ക് അതല്ല ഇവിടുത്തെ BJPയും ഇവിടുത്തെ RSSും മോദിയും മുന്നോട്ട് വെക്കുന്നത് എന്ന വളരെ കൃത്യമായ നേർചിത്രമാണ് ജനങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നത്. കാരണം BJP പ്രതിനിധാനം ചെയ്യുന്നത് എന്ത് രാഷ്ട്രീയമാണ്? വികസനത്തിൻ്റെ രാഷ്ട്രീയമാണ്. രാഷ്ട്രമാണ് നമുക്ക് വലുത്, രാഷ്ട്രബോധമാണ് ഉണ്ടാകേണ്ടത് എന്ന വലിയ സത്യത്തിലേക്ക് CPM തന്നെ ഇവിടെ കേരളത്തിലെ ജനങ്ങളെ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വിടുകയാണ്. എന്തായാലും CPMൻ്റെ കാര്യത്തിൽ ഇത്തരത്തിൽ വലിയൊരു തിരിച്ചറിവ് ഉണ്ടായത് എന്തായാലും നല്ല കാര്യമാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം BJP ഗവൺമെൻറ് ഫാസിസ്റ്റ് ഗവൺമെൻറ് അല്ല എന്ന് ഞങ്ങൾക്ക് വളരെ ഉത്തമ ബോധ്യമുള്ള കാര്യമാണ്. എത്രയോ കാലമായിട്ട് ഇവരൊക്കെ ഉന്നയിച്ചിട്ടും ഇന്ത്യ മഹാരാജ്യം BJPക്ക് കൃത്യമായിട്ടുള്ള മാൻഡേറ്റ് കൊടുത്ത് 3ാം തവണയും അധികാരത്തിലേറ്റിയത് പൊതു സമൂഹത്തിൻ്റെ ഭൂരിപക്ഷ സമൂഹത്തിനും അതാണ് ബോധ്യമുള്ളതെന്നുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യമുള്ള വെച്ചാൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുള്ള ഒരു വലിയ സർക്കാരിന് 10 വർഷമായിട്ട് നേതൃത്വം കൊടുക്കുന്നതും ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിലേക്ക് നേതൃത്വം കൊടുക്കാൻ സമൂഹം ഏൽപ്പിച്ചിട്ടുള്ളതും BJPയാണ്. അപ്പോൾ പിന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അങ്ങനെ ടെൻഷനില്ല. ആരെങ്കിലും ഫാസിസ്റ്റാണ് അല്ലെങ്കിൽ അല്ല എന്നൊക്കെ പറയേണ്ട ഇവിടുത്തെ ഉത്തരവാദിത്തപ്പെട്ട മേഖലക്കാരുമല്ല CPIM എന്നും കൂടി ഇത് മനസ്സിലാക്കുക. അവരവരുടെ കുറച്ച് 4, 3, 7 ആളുകളെ വെച്ച് അവർ പറയാതിരിക്കുക. ഒരു സംസ്ഥാനത്ത് മാത്രം വരുന്നവർ എന്ത് പറഞ്ഞാലും അത് BJPയെ സംബന്ധിച്ചിടത്തോളം ബാധകമാകുന്ന ഒരു കാര്യമല്ല. പണ്ട് ഇവരുടെ ഒരു CPMൻ്റെ വലിയ നേതാവ് പ്രസംഗിച്ചൊരു വാക്ക് ഞാനിതിൽ വായിക്കാം. എന്താ അറിയോ? ഇന്ത്യയിൽ ഫാസിസം സ്വയം പുനർനിർമ്മിക്കുകയാണ്. അത് ഹിന്ദു ദേശീയതയിലൂടെ ഹിന്ദുത്വത്തിലൂടെ നുഴഞ്ഞു കയറി ഇപ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് ഗുരുതര ഭീഷണി ഉയർത്തുന്നു. ഒരു നേതാവ് പ്രസംഗിച്ചൊരു കാര്യമാണ്. ആ പ്രസംഗിച്ച നേതാവ് തന്നെ സ്വയം തിരുത്തേണ്ടി വന്നു എന്നുള്ളതാണ് ഇന്ന് കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറയപ്പെടുന്നത്. ഒറ്റ കാര്യം പറയുന്നുള്ളൂ, ഇവിടെ രാഷ്ട്രീയപരമായിട്ട് നമുക്ക് വികസനത്തെ ചർച്ച ചെയ്യാം, രാഷ്ട്രീയപരമായിട്ട് ആശയങ്ങളും അതിൻ്റെ എതിർപ്പുമൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ നുണപ്രചരണങ്ങൾ നടത്തുകയും അനാവശ്യമായിട്ടുള്ള ഇല്ലാത്ത കാര്യങ്ങൾ പൊതുസമൂഹത്തെ ധരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു വലിയ സംവിധാനത്തിനെതിരെ യുദ്ധം തീർക്കാൻ ഇറക്കുകയും ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരഹീനമായി അല്ലെങ്കിൽ ഹീനമായിട്ടുള്ള പ്രവൃത്തി ചെയ്തവരാണ് CPIMകാർ എന്ന് പറയപ്പെടുന്നത്. കാരണം ഒരു തരത്തിലും അവർ പറയുന്ന കാര്യങ്ങൾ അവർ വാക്കുകൾ ഇത്തിരി കട്ടിയൊക്കെ ഉപയോഗിച്ച് ഈ ഗോവിന്ദമാഷെ പോലെയുള്ള ആളുകളൊക്കെ കടകട ഭാഷയ്ക്ക് ഉപയോഗിക്കുമെങ്കിലും ആ ഭാഷകളിലൊക്കെ നുണകളാണ്. ആ ഭാഷയിലുള്ളിൽ പിന്നിലൊക്കെ ഉള്ളത് കള്ളത്തരങ്ങളാണ്. അതിൻ്റെ പുറകിൽ എന്ന് പറയപ്പെടുന്നത് ഭരിക്കുന്നവൻ്റെ തന്ത്രമാണ്. ഭരിക്കപ്പെടുന്നവനെ അറിവിൽ നിന്നും പ്രായോഗികതയിൽ നിന്നും അല്ലെങ്കിൽ ഭാവിയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുക എന്നുള്ളത്. ആ തന്ത്രമാണ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് അവർ നടത്തിയിരുന്നത്. ഭരിക്കാൻ ആഗ്രഹിച്ച് ഇവർ പ്രവർത്തിക്കുന്ന സമയത്തും ആ തന്ത്രം തന്നെയാണ് നിലനിർത്തിയിരുന്നത്. ഒരു സംശയവും വേണ്ട, CPM എന്ന് പറയപ്പെടുന്ന ആ സംഘടന നശിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ചർച്ചയും വേണ്ട. അതാണ് ഇന്ത്യയിൽ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അവരത് തിരിച്ചറിഞ്ഞ സമയത്ത് അവർ പറഞ്ഞ നുണകളിൽ നിന്ന് ഒന്ന് മാറ്റി യാഥാർത്ഥ്യ ബോധത്തിലേക്ക് അവർ തിരിച്ചു വരുന്നു എന്നുള്ളതാണ്. അത് അവരുടെ ഒരു തിരിച്ചുവരവാകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ കാര്യം. പക്ഷേ നമ്മളൊരു കാര്യം വളരെ കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. 20 വർഷം മുൻപ് CPIM എന്ന് പറയപ്പെടുന്ന പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ 1, 2, 3, 4 എന്ന് നമ്പറിട്ട് നമ്മൾ ചർച്ച ചെയ്താൽ എല്ലാ കാര്യങ്ങളും ഒരു വിഷയവുമില്ലാതെ മാറ്റിപ്പറയുന്ന പ്രത്യേക തരം ഒരു ജീവികളായി ഇവർ മാറുന്നത് നമുക്ക് ഈ കാലഘട്ടത്തിൽ കാണാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഞങ്ങൾക്ക് ബാധിക്കുന്ന വിഷയമല്ല. BJP സർക്കാർ ഇന്ത്യ മഹാരാജ്യത്തെ നോക്കിക്കാണുന്നതും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് മുന്നിൽ കാണുന്നതും കൃത്യമായിട്ടുള്ള വികസനമാണ്. ചെറുപ്പക്കാരടങ്ങുന്ന ആളുകളെ, പൊതുസമൂഹത്തെ, വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസമില്ലാതെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് വലിയൊരു മുന്നേറ്റത്തിലേക്ക്
സ്ഥാനത്തേക്ക് ഇന്ത്യ മഹാരാജ്യത്തെ എത്തിക്കാനുള്ള തത്രപ്പാടിലാണ് BJP സർക്കാരും ബഹുമാനായിട്ടുള്ള പ്രധാനമന്ത്രിയും. ആ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരിവിടെ നയം മാറ്റിയാലും ഞങ്ങൾക്ക് വിരോധമില്ല, നയം അതേപടി തുടർന്ന് നുണപ്രചരണം നടത്തിയാലും ഇവർക്ക് ഞങ്ങൾക്ക് വിരോധമില്ല. അവരവിടെ പറയാതിരിക്കുക. അതൊന്നും ഭാരതം ഭരിക്കുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചോ ഭാരതത്തിൻ്റെ ഭാവി കാഴ്ചപ്പാടിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു സർക്കാരിനെ സംബന്ധിച്ചൊന്നും അതൊരു മാറ്റർ അല്ല നീലിമ. അപ്പം അതുകൊണ്ട് തന്നെ അതൊരു വിഷയമായിട്ട് തോന്നുന്നില്ല. അവർ തിരുത്തിയാൽ അവർക്ക് നല്ലത്. കാലം കുറെ നുണ പറഞ്ഞ് തട്ടിപ്പും വെട്ടിപ്പായിട്ടും നടന്നതല്ലേ, ഇനിയെങ്കിലും കുറച്ച് കാലം സത്യം പറഞ്ഞ് നല്ലതും ആ രീതിയിലും നടക്കാൻ അവർ പഠിക്കട്ടെ. അത്ര മാത്രമേ നമുക്ക് അവർക്കൊരു ഉപദേശം കൊടുക്കാവുള്ളൂ. ഉല്ലാസ് ബാബു, ഈ ഘട്ടത്തിൽ ജോർജിയ മെലോണിയുടെ ചില വാക്കുകൾ ഇന്ന് വന്നതാണ്, അതുകൂടി നമുക്കൊന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. കാരണം ഈ ഇടതുപക്ഷം നുണ മാത്രമാണ് പ്രചരിപ്പിക്കുന്നത് എന്ന് കേരളത്തിൽ പറയുന്നു, ഇന്ത്യയിൽ പറയുന്നു. അതേതാണ്ട് സത്യവുമാണ്. ആഗോള ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ഇന്ന്. അവർ പറഞ്ഞത് ഇടതുപക്ഷത്തിൻ്റേത് ഇരട്ടത്താപ്പാണ്, അവരുടെ നുണകൾ ലോകം വിശ്വസിക്കില്ല. അതിൽ എടുത്തു പറയുന്നുണ്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ. ഇടതുപക്ഷ ഭീകരതയെ ചെറുക്കുന്നതിൽ മുന്നിട്ട് നിൽക്കുന്ന നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ടാണ് ഇറ്റാലിയൻ പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. അതായത് നോക്കൂ, ഇവരുടെ കള്ളത്തരം പൊള്ളത്തരം ഇനി അധികകാലം മുന്നോട്ട് പോകില്ല. ആ തിരിച്ചറിവാണ് ഇത്തരത്തിൽ ചില സത്യങ്ങളിലേക്ക് CPM-നെ നയിക്കുന്നത്. അല്ല, CPM എന്ന് പറയപ്പെടുന്ന സംഘടനയുടെ നയവ്യത്യാസവും അല്ലെങ്കിൽ ആ ഒരു CPM എന്ന് പറയപ്പെടുന്ന ആശയം എന്ന് പറയപ്പെടുന്നത് കാലത്തിന് ചേർന്നതല്ലെന്ന്. പ്രത്യേകിച്ച് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരു കാരണവശാലും ചേർന്നതല്ല. ഭാരതത്തിൻ്റെ, ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ജനാധിപത്യ ഒരു രാജ്യത്തിന് ചേർന്നതല്ല. ഭാരതത്തിൻ്റെ ഒരു തരത്തിലും ഒരു മുക്കിലും മൂലയിലും ചേർന്ന ഒരു ആശയത്തെ കൊണ്ട് നടക്കുന്നവരല്ല അവർ. അത് ഈ സമയത്തല്ല, ഭാരതത്തിൻ്റെ സ്വതന്ത്ര സമര സമയത്തൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് നോക്കിയാൽ ഇവരുടെ ആശയം എന്തായിരുന്നു, അതിനുശേഷം ഭാരതം വികസനത്തിലേക്ക് വരുന്ന സമയത്തും ഇവരുടെ ശൈലി എന്തായിരുന്നു, അതിനുശേഷം ഓരോ കാലഘട്ടങ്ങളിലും ഇവരെടുത്ത നിലപാടുകൾ എന്തായിരുന്നു എന്നുള്ളത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അവർ അങ്ങനെയാണ്, അവർ എന്നും പുറംതിരിഞ്ഞ് നടക്കുന്നവരാണ്. അവരിങ്ങനെ പുറംതിരിഞ്ഞ് നടന്നുകൊണ്ടേയിരിക്കും. ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി ഒന്ന് കൊഞ്ഞനം കുത്തും, അത് കഴിഞ്ഞ് വീണ്ടും പുറംതിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ പുറംതിരിഞ്ഞ് നടന്ന് സ്വാഭാവികമായിട്ട് ഇനി അങ്ങോട്ട് നോക്കുന്ന സമയത്ത് വേറൊരു ലക്ഷ്യവും കാണാതെ വന്നപ്പോൾ യഥാർത്ഥ വശത്തിലേക്കൊന്ന് തിരിഞ്ഞ് നടന്നു നോക്കുകയാണ്. ആ നടന്നു നോക്കുമ്പോഴാണ് നടന്നു വന്നിരുന്ന കാലഘട്ടം ഒക്കെ പറഞ്ഞതൊക്കെ തട്ടിപ്പായിരുന്നു, വെട്ടിപ്പായിരുന്നു, നുണയായിരുന്നു, അബദ്ധങ്ങളായിരുന്നു എന്ന ബോധ്യം അവർക്കുണ്ടാകുന്നതും അവർ യഥാർത്ഥത്തിലേക്കുള്ള വരവിൻ്റെ തുടക്കമായി ഇതിനെ കാണണമെങ്കിൽ അങ്ങനെ കാണാൻ സാധിക്കുള്ളൂ. ഒറ്റ കാര്യം നമ്മൾ ഇതിനകത്ത് കൃത്യമായി പറയേണ്ടത്, ഭാരതത്തിൽ ജനിച്ച് ഭാരതത്തിൽ ജീവിച്ച് ഭാരതത്തിൽ വളർന്ന് ഭാരതത്തിൻ്റെ ശൈലിയോട് കൂടി ചേർന്ന് ഭാരതത്തിൻ്റെ വികസനത്തിന് ഞങ്ങളോടൊപ്പം പങ്കാളിയായി അതിൻ്റെ പ്രവർത്തനം കൃത്യമായിട്ട് ഈ നാട്ടിൽ അവതരിപ്പിക്കാനുള്ളൊരു ശൈലിയോ അല്ലെങ്കിൽ ഒരു തീരുമാനമോ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായാൽ കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന യാതനയിൽ നിന്ന് ഒരു മുക്തി നേടും. 9 വർഷക്കാലമായിട്ട് കേരള ജനതയ്ക്ക് CPM കൊടുത്തത് എന്താ? മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിലെ പൊതിച്ചോറല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, ഇന്നും ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു നേരത്തെ കൂലിയില്ലെങ്കിൽ, ജോലിയില്ലെങ്കിൽ, ഒന്ന് വയ്യാണ്ടി ആയാൽ മെഡിക്കൽ കോളേജിൽ ചെന്ന് ഇവരുടെ ഔദാര്യച്ചോറിന് നിൽക്കേണ്ട അവസ്ഥയിലേക്ക് കേരളത്തെ സമൂഹത്തെ കൊണ്ടെത്തിച്ചു എന്നല്ലേ ഇവരുടെ ഈ ഉട്ടോപ്യൻ നയം കൊണ്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആ വികസനത്തിൻ്റെ കാഴ്ചപ്പാടിലേക്കൊന്ന് മനസ്സ് വരുത്തി, പറഞ്ഞ നുണകളൊക്കെ മാറ്റം വരുത്തി, ഒന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നയപരിപാടികളിൽ കൃത്യമായി ഇടപെട്ട് ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല എന്ന സ്വയം മുദ്രാവാക്യം ഒന്ന് തിരുത്തി കൃത്യമായിട്ടൊന്ന് ആ വികസനത്തിന് കൈകോർത്ത് ഒരു സംസ്ഥാനത്തിൻ്റെ ഗുണത്തിന് ഭാവി തലമുറയ്ക്ക് വേണ്ടി ഈ നാട്ടിൽ നിന്ന് ഒറ്റ കാര്യം പറഞ്ഞ് നിർത്താം നീലിമ. ഈ നാട്ടിൽ നിന്ന് ഏതൊരാൾ പിണറായി വിജയനോട് പറഞ്ഞു അത്രേ, നമുക്ക് കേരളം മാത്രം ഭരിച്ചാൽ പോരാ സഖാവേ, നമുക്ക് വിദേശങ്ങളിലും ഭരിക്കണം, അവിടെ കേരളം ഉണ്ടാക്കാം. അങ്ങനെ ഓൻ എന്ത് ചെയ്ത് അയർലാൻഡിൽ മലയാളികൾ കേരളം ഉണ്ടാക്കി, UK-യിൽ കേരളം ഉണ്ടാക്കി, US-ൽ കേരളം ഉണ്ടാക്കി, അങ്ങനെ ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും ഒക്കെ കേരളം ഉണ്ടാക്കി. ഇവിടുത്തെ ചെറുപ്പക്കാരെ മുഴുവൻ കയറ്റിവിട്ട് അവിടെ ഉന്നത വിദ്യാഭ്യാസത്തിന് കയറ്റിവിട്ട് ജോലിക്ക് കയറ്റിവിട്ട് ഇവിടെ അങ്ങ് സുഖമായിട്ടിരുന്നു. സ്വാഭാവികമായിട്ട് കേരളത്തിൻ്റെ അവസ്ഥ എന്തായി? എല്ലാ ചെറുപ്പക്കാരെയും പുറം നാട്ടിലേക്ക് കയറ്റിവിട്ടു. അവരുടെ തലച്ചോറിനെ ഈ നാട്ടിൽ ഉപയോഗിച്ച് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് ഉപയോഗിക്കാൻ ഇങ്ങനെ കഴിവ് കെട്ട ഒരു വ്യക്തി സാധിച്ചില്ല. അതുകൊണ്ടല്ല എല്ലാ കുട്ടികളും പോയത്. അവരൊക്കെ തിരിച്ചു കൊണ്ടുവന്ന് അവർക്ക് അട്രാക്റ്റീവായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കി, തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി ഈ നാടിനെ വളർത്തുന്ന വലിയൊരു സംവിധാനത്തിലേക്ക്, വികസനത്തിലേക്കുള്ള കാഴ്ചപ്പാടിലേക്കുള്ള വല നയവും ഇവരുടെ ഈ രേഖയിൽ വരുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. വന്നെങ്കിൽ
നമുക്ക് ഈ 9 കൊല്ലം അനാഥത്വത്തിലേക്ക് പോയതും മറന്ന് ഭംഗിയായിട്ടെങ്കിലും ഭാവിയിൽ ഉണ്ടാവുമല്ലോ എന്ന് സ്വപ്നം കാണാം. ഇല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് 2026 ഇവരുടെ പരാജയത്തിന് വേണ്ടി ആഞ്ഞു പ്രവർത്തിക്കാം. അല്ലാണ്ട് ഇപ്പോൾ ഈ രേഖയിൽ ഈ വരികളോ കൊണ്ടൊന്നും ഒരു പ്രത്യേകിച്ച് ഉപകാരമില്ല. ഓക്കെ.